Hi friends, welcome back. Under 15,000 best phone ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഐക്കണിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലൊക്കെ ഞാൻ കൊടുക്കാം. പക്ഷെ അതല്ല വിഷയം. ആ അണ്ടർ 15,000ലെ ബെസ്റ്റ് ഫോണുകൾ എന്ന് പറയുമ്പോൾ അതിലൊരു ബെസ്റ്റ് ഫോണിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. POCO M4 Pro 4G 5G വെർഷൻ അല്ല 4G. ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇത് യൂസ് ചെയ്തതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അണ്ടർ 15,000 ബെസ്റ്റ് ഫോൺസിന്റെ വീഡിയോ നമ്മൾ ചെയ്തത്. എന്തായാലും ഇതൊരു ബെസ്റ്റ് ഫോൺ തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ? ഇന്ന് ഈ ഫോണിൻ്റെ POCO M4 Pro 5G എന്ന ഈ ഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ റിവ്യൂ ആണ്. നേരെ വീഡിയോയിലേക്ക്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം POCO M4 Pro 5G എന്ന ഫോൺ. ഇതാണ് അതിൻ്റെ ബോക്സ്. നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ പോക്കോ എന്ന പതിവുള്ള ആ ഒരു ചെറിയ ബോക്സ് നമുക്ക് കാണാം. ആ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് സിം എജക്ടർ ടൂൾ ആ സംഭവം നമുക്ക് കാണാം. അത് കഴിഞ്ഞാൽ ഒരു കേസ് കാണാം. ഗുഡ് ക്വാളിറ്റി കേസാണ്. നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഫോൺ അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫോൺ കാണാം. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ POCO M4 Pro 4G എന്ന ഫോൺ. ഈ ഒരു ഫോണിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ഇരിക്കുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ ഡിസൈൻ? ഇനി ഈ ബോക്സിൽ വേറെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറുണ്ട്. ചാർജർ ബോക്സിലുണ്ട്. ടൈപ്പ് സി കേബിളും കാര്യങ്ങളും വരുന്നുണ്ട്. ബോക്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഫോണിലേക്ക് വരാം. സോ POCO M4 Pro 4G എന്ന ഈ ഫോണിൻ്റെ ക്ലോസർ ലുക്ക്, അതായത് അടുത്ത് നമുക്കൊന്ന് കാണാം ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഈ ഒരു വലിയ ക്യാമറ മൊഡ്യൂൾ ഈ ഫോണിലേക്ക് വന്നപ്പോൾ കുറച്ച് നന്നായിട്ടുണ്ട്. അത്ര മോശം പറയാനില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ഡിസൈനൊക്കെ നന്നായിട്ടുണ്ടല്ലേ. ഈ ലുക്ക് അത്ര മോശമൊന്നും പറയാൻ തോന്നുന്നില്ല എനിക്കിപ്പോൾ. ഈ രീതിയിലുള്ള ഒരു ഡിസൈനിലേക്ക് വരുമ്പോൾ നന്നായിരിക്കുന്നു. ഇതിൻ്റെ ഒരു വെയിറ്റും തിക്നെസ്സും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, കംഫർട്ടബിൾ ആണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 179 ഗ്രാമാണ് വെയിറ്റ്, 8.9 mm ആണ് തിക്നെസ്. സോ വലിയ തിക്കായ ഒരു ഹെവി ഫോണൊന്നുമല്ല, കംഫർട്ടബിളായ ഒരു നല്ല ഫോണാണ്. ഇതിൻ്റെ ഒരു ഓവർവ്യൂ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കിയാൽ സ്പീക്കർ ഗില്ല് താഴെ കാണാം. ടൈപ്പ് സി പോർട്ടും മെയിൻ മൈക്രോഫോണും, വേറൊന്നുമില്ല. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. വോളിയം ബട്ടണുകളും കാണാം. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ, ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. 2 സിമ്മും മെമ്മറി കാർഡ് ഉപയോഗിക്കാം. മുകളിൽ 3.5 mm ഹെഡ്ഫോൺ ജാക്കും അതേപോലെ തന്നെ ഒരു സ്പീക്കർ ഗില്ല്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണെന്ന സാരം. അതിൻ്റെ ഒപ്പം തന്നെ IR ബ്ലാസ്റ്ററും കാര്യങ്ങളും കാണാം. സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും. റിയർ സൈഡിൽ ക്യാമറ മോഡ്യൂളാണ്. 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ടിൽ വന്നിട്ട് 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. ഓവറോൾ നന്നായിട്ടുണ്ട് ഡിസൈനും കാര്യങ്ങളും ഒക്കെ. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. വെയിറ്റ്, കംഫർട്ടബിൾ, ഓവറോൾ സെറ്റപ്പ് സംഗതിയാണ്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ അടക്കം എല്ലാം ഉണ്ട്. ഡിസ്പ്ലേ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. നിങ്ങൾക്ക് ഇവിടെ കാണാം superAMOLED ഡിസ്പ്ലേ ആണ്. 6.43 ഇഞ്ച് വരുന്ന ഫുൾ HD+ superAMOLED ഡിസ്പ്ലേ. ഗൊറില്ല ഗ്ലാസ് 3D പ്രൊട്ടക്ഷനോട് കൂടിയാണ് വരുന്നത്. 1000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നല്ല ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ ആണ്. നമുക്ക് ഔട്ട്ഡോറിൽ ചെന്നാലും നല്ല വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറിന്റെ ക്വാളിറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. താഴത്തെ സ്പീക്കറിന്റെ സൗണ്ടാണ്. മുകളിലേക്ക് വരുമ്പോൾ ഈ രീതിയിലാണ്. ഒരു ചെറിയ വേരിയേഷൻ ഉണ്ട്. ബട്ട് എങ്കിൽ പോലും ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ എന്ന് പറയുന്ന സംവിധാനം ഈ ഫോണിൽ അവർ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഡിസ്പ്ലേ, സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പെർഫോമൻസ് MTKൻ്റെ G96 എന്ന പ്രൊസസ്സറാണ്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജും ഉണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ്ഡ് MIUI 13 ആണ് വരുന്നത്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ക സ്മൂത്ത് ആയിട്ടുള്ളൊരു UIയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്നെ സംബന്ധിച്ച് വളരെ നന്നായിട്ടുണ്ട്. യാതൊരു ലാഗും ഒരു മേഖലയിലുമില്ല. സോ ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ഫോൺ നമുക്ക് തരുന്നത്. ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോൺ ഹീറ്റ് ആവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. 1 TB വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ പറഞ്ഞ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടിൻ്റെ ഡെഡിക്കേറ്റഡ് SD കാർഡിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാം. റാമും എക്സ്പാൻഡ് ചെയ്യാം 3 GB വരെ. ടർബോ റാം എക്സ്പാൻഷൻ എന്നാണ് ഇവർ അതിനെ പറയുന്നത്. 3 GB വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോറേജിൽ നിന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ പെർഫോമൻസ് വളരെ നല്ലതാണ്. ഗെയിമിംഗ് പെർഫോമൻസ് കൂടി കാണാം. എല്ലാത്തിലും അൾട്ര വരെ. BGMI കളിക്കുകയാണെങ്കിൽ സ്മൂത്ത് ആയാലും എല്ലാം തന്നെ അൾട്ര വരെയാണ് മാക്സിമം സെറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. സോ അതിലുള്ള ഗെയിം പ്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാം. വേറെ ലാഗും കാര്യങ്ങളൊന്നുമില്ല. നൈസായിട്ട് കളിക്കാം. ഗൈറോയ്ക്കും വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫോൺ തരുന്നുണ്ട്. സോ പെർഫോമൻസിനെ കുറിച്ചുള്ളൊരു ഐഡിയ കിട്ടിയല്ലോ. ക്യാമറ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം നിങ്ങൾക്ക് മെയിൻ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി. വൈകുന്നേരം നേരമാണ്, ഒരു 5 മണിക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിലെ ലൈറ്റിംഗ് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ നല്ല വീഡിയോ ക്വാളിറ്റിയാണ്. ഇമേജുകളും നിങ്ങൾക്ക് കാണാം. നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകൾ തന്നെയാണ് ഈ ഒരു ക്യാമറ തന്നിരിക്കുന്നത്. എന്തായാലും വൈഡ് ആംഗിൾ ക്യാമറയുടെയൊക്കെ ഒരു ഡിഫറൻസും നിങ്ങൾക്ക് ഇവിടെ കാണാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിലേക്ക് വന്നാലുള്ള മെയിൻ ക്യാമറ പെർഫോമൻസും നിങ്ങൾക്ക് ഇവിടെ ചെറുതായിട്ടൊന്ന് കാണാം.
ഹായ്, ഇത് മെയിൻ ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ, നല്ല സ്റ്റുഡിയോ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ പോക്കോ M4 Pro 4G എന്ന ഫോണിന്റെ 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറയിൽ നമ്മൾ എടുക്കുന്ന വീഡിയോയുടെ ക്വാളിറ്റിയാണ് ഈ കാണുന്നത്. ഓഡിയോയുടെ ക്വാളിറ്റിയും ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സെൽഫി ക്യാമറ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഇമേജ് ഞാൻ ഇവിടെ തന്നെ എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ കാണുന്ന തരത്തിലാണ് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ രീതിയിലുള്ള റിസൾട്ട് കിട്ടും. ഇത് ഇതിന്റെ സെൽഫി ക്യാമറയുടെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഈ ക്വാളിറ്റി മതിയോ? ഓഡിയോ ക്വാളിറ്റിയും ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഡേ ലൈറ്റിലാണെങ്കിൽ ഈ കാണുന്ന തരത്തിലുള്ള ഇമേജ് ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു ഫോണിന്റെ ക്യാമറ തരിക. വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ഇതിന്റെ സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ഇപ്പോൾ മോർണിംഗ് ഒരു 9 മണിയാണ്. അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്. ഈ ഒരു ലൈറ്റിംഗ് കണ്ടീഷനിൽ ഈ രീതിയിലുള്ള ഒരു സെൽഫി ക്യാമറ വീഡിയോ ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു ഫോൺ തരാൻ പോകുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയുണ്ട് ഇതിന്റെ ക്യാമറ എന്നുള്ളത്. ബാറ്ററി നോക്കി കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഉണ്ട്. ബാറ്ററി ലൈഫിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. പക്ക സ്മൂത്താണ്. കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി ഇതിന്റെ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ OTG സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്യാമറ ടു API നോക്കിയാൽ ലെവൽ 3 തന്നെ വരുന്നുണ്ട്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ തന്നെയുണ്ട്. സോ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ ഫുൾ HDയിൽ തന്നെ കണ്ടന്റുകൾ സ്ട്രീം ചെയ്ത് കാണാം. നോ ഇഷ്യൂ. സാർ വാല്യൂലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ് സാർ വാല്യൂ 0.855 ആണ്. ബോഡി സാർ വാല്യൂ 0.853 ആണ്. ഇനി ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ്. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ, ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഫാസ്റ്റ് ആയിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ ഭാഗത്തില്ല. ഫേസ് അൺലോക്കിന്റെ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഇല്ല. സോ ഓവറോൾ ഇതിന്റെ പെർഫോമൻസ് ആയാലും ക്യാമറ ആയാലും ബാറ്ററി ആയാലും ഡിസൈൻ ആയാലും എല്ലാം തന്നെ നന്നായിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് ആക്ച്വലി ഇത് 15000 രൂപയാണ്. ബട്ട് ഇപ്പോഴേക്ക് നമുക്ക് 1000 രൂപയുടെ HDFC ബാങ്കിന്റെ ഓഫർ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ 14000 രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്, HDFC ഓഫർ അടക്കം. സോ അതുകൂടി യൂസ് ചെയ്തുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ 14000 രൂപയ്ക്ക് 6GB RAM 64GB സ്റ്റോറേജിന്റെ പോക്കോ M4 Pro ഈ പറഞ്ഞ AMOLED ഡിസ്പ്ലേയും 90Hz റിഫ്രഷ് റേറ്റും നല്ല പ്രൊസസ്സറും നല്ല ക്യാമറയും ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ്ങും എല്ലാം അടക്കം നമുക്ക് നല്ലൊരു വിലയ്ക്ക് തന്നെയാണ് കിട്ടുന്നതെന്നുള്ളതിൽ ഒരു ഡൗട്ടും വേണ്ട. ഇതിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 7-ാം തീയതിയാണ്. മാർക്ക് ചെയ്ത് വെക്കാം. 12 മണിക്കാണ്. മാർച്ച് 7-ാം തീയതി 12 മണിക്കാണ് ഇതിന്റെ സെയിലും കാര്യങ്ങളൊക്കെ. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ പർച്ചേസ് ചെയ്യാം. സോ അത്രയുമാണ് പോക്കോ M4 Pro 4G എന്ന ഈ ഫോണിന്റെ ഒരു വീഡിയോ. സോ ഫോൺ ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.